ബഡി, നീ ഒരു കാര്യം ചെയ്യ. ഈ ബോള് പുഷ് ചെയ്ത് ഇവിടുന്ന് താഴേക്ക് തള്ളിവിട്ടേക്ക്. ഒരുപക്ഷെ ബോള് താഴെ വീഴുമ്പോ ബ്രേക്ക് ആയാൽ നമുക്ക് രക്ഷപ്പെടാം. Okay, bro. Let me try. Oh no! ബോള് റിവേഴ്സ് ആയി തിരിച്ച് ടെറസിൽ തന്നെ വന്നേക്കാം. കിക്കോ സൂപ്പർ സ്പീഡോ, എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, എങ്ങനെയെങ്കിലും ആ ബോളിൽ നിന്ന് പുറത്തു വന്നേക്കൂ. സൺസിറ്റിയിൽ ഇപ്പോൾ നിങ്ങളുടെ സഹായം വളരെ അത്യാവശ്യമാണ്. അയ്യോ, ഞാൻ എന്റെ കൂട്ടുകാരോട് ഇത് അഭിമാനത്തോടെ കാണിക്കുകയാണ്. ഇതാണ് എന്റെ പുത്തം പുതിയ കണ്ടുപിടുത്തം. ഇതിന്റെ പേര് അതിനെന്ത് പറയുന്നറിയോ? അതിന്റെ പേര് ചേടാ, ഞാനതങ്ങ് മറന്നുപോയല്ലോ. അയ്യോ, വലിയൊരു ഫുട്ബോൾ ആണെന്ന് പറയേ. അല്ലല്ല, ഇത് ഒരു കാരണവശാലും പൊട്ടിപ്പോകില്ല. അല്ലല്ല, എപ്പോഴും തകർന്നു പോകാത്തത്. ചേടാ, അതങ്ങനെയല്ലല്ലോ. ഡോക്ടർ ആവിഷ്കാർ അങ്കിൾ, എങ്കിൽ പിന്നെ അങ്കിൾ എന്താണ് പറഞ്ഞു വരുന്നത്? അതായത് ഈ ബോൾ അൺബ്രേക്കബിൾ ആണെന്നാണോ? ഓ അതെ അതെ, കീക്കോ പറയുന്നത് ശരിയാണ്. ഇതിന്റെ പേര് ദി അൺബ്രേക്കബിൾ ബോൾ. പേര് അടിപൊളിയായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് അതെന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റുമോ ആവിഷ്കാർ സിംഗ്? പറയാം, തീർച്ചയായും പറയാം. മേയർ സാറേ, ഈ കാണുന്ന ബോളെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. പക്ഷെ ഞാൻ കണ്ടുകൊണ്ടല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേടാ, ഞാൻ പറയുന്ന കാര്യത്തിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കുന്നേ. മേയർ അങ്കിൾ, ഡോക്ടർ ആവിഷ്കാർ അങ്കിൾ പറഞ്ഞു വരുന്നത് കണ്ണുകൊണ്ട് കാണാം, പക്ഷേ മൈന്യൂട്ടായിട്ട് ശ്രദ്ധിക്കണമെന്നാ. മനസ്സിലായോ? എങ്കിൽ പിന്നെ അത് മനസ്സിലാക്കുന്ന രീതിയിൽ പറയണ്ടായിരുന്നു. എന്റെ ദൈവമേ, ഷൂട്ട് ചെയ്തതിന് ശേഷം പോലും ബോളിനൊന്നും പറ്റിയില്ലല്ലോ. ഞാനൊരു അല്പം കഴിച്ചോട്ടെ. ഇതൊന്നും ഒന്നുമില്ലെന്നേ. ഇപ്പൊ നോക്കിക്കോ, ഇതിന്റെ ഒറിജിനൽ പവർ. ഡോക്ടർ ആവിഷ്കാർ സെൻ അങ്കിൾ, ഒരുപക്ഷെ ആ ബോംബിന്റെ കൂടെ ആ ബോളും പൊട്ടിപ്പോയാലോ? അപ്പൊ എല്ലാവർക്കും പരിക്ക് പറ്റില്ലേ? ഡോണ്ട് വറി കീക്കോ, ഈ ബോള് വളരെ വളരെ സ്ട്രോങ് ആണ്. ആർക്കും ഒന്നും സംഭവിക്കില്ല. രണ്ട് വാക്കിൽ ഈ ബോളിന്റെ സ്ട്രെങ്തിനെ കുറിച്ച് പറയണമെങ്കിൽ സൂപ്പർ സ്ട്രോങ്. സാധാരണ സൂപ്പർ അല്ല, ഡബിൾ സൂപ്പർ. വെരി വെരി സ്ട്രോങ്. ഏതാണ്ട് എന്റെ വയറിന്റെ വിശപ്പ് പോലെ. ഡോക്ടർ അങ്കിൾ, ഇത് ശരിക്കും പവർഫുൾ ആയ കാര്യം തന്നെയാ. അങ്കിൾ ഇത് സേഫ് ആയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ലോക്ക് ചെയ്ത് വെക്കണം. അതിനൊന്നും ആവശ്യമില്ല കീക്കോ. എന്റെ ലാബുള്ള ആ ബിൽഡിംഗിൽ ഒരുപാട് സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്. ഒരു കുഞ്ഞു പക്ഷിക്ക് പോലും അതിന്റെ ഉള്ളിൽ കടക്കാൻ പറ്റില്ല, ശ്രമിച്ചാലും പറ്റില്ല. അയ്യോ, നമ്മുടെ ഈ ഡോക്ടറെ, അതായത് ഡോക്ടർ ആവിഷ്കാർ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും സംഭവിച്ചാലല്ലേ വിശ്വസിക്കാൻ പറ്റൂ. ഓടിക്കോ. ലപേട്ട, അത് ഓടിക്കൊണ്ടേയിരിക്കും. പിന്നെ ചപ്പേട്ട വെടിവെച്ച് തകർക്കും. ഇപ്പോഴുണ്ടായ ഈ പ്രശ്നത്തിന് എന്താണ് കാരണം? വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ.
ഇതെന്ത് പ്രശ്നമാണ് കീക്കോ? നമ്മൾ ഉടൻ തന്നെ ചെന്നത് തടഞ്ഞു നിർത്തണം ബഡി. പക്ഷേ എങ്ങനെ? ലപേട്ട എല്ലാം തകർത്ത് തരിപ്പണമാക്കും. പിന്നെ ചപ്പേട്ട എല്ലാം വെടിവെച്ച് തകർക്കും. ദേ നോക്കൂ മിസ്റ്റേഴ്സ്, നിങ്ങളിപ്പോ തുടങ്ങി വെച്ചിരിക്കുന്ന പ്രശ്നമുണ്ടല്ലോ, അത് വലിയ തെറ്റാണ്. ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എനിക്ക് റോങ് മാത്രമല്ല, റോങ്ങിനേക്കാൾ അതിഭയങ്കരമായ കാര്യങ്ങളും ചെയ്യാൻ കഴിയും. നോക്കട്ടെ കീക്കോയും സൂപ്പർ സ്പീഡോയും ഞങ്ങളെ എങ്ങനെ തടഞ്ഞു നിർത്താൻ പോകുന്നുവെന്ന്. ലപേട്ട എല്ലാം തകർത്ത് തരിപ്പണമാക്കോ. പിന്നെ ചപ്പേട്ട എല്ലാം വെടിവെച്ച് തകർക്കും. ചപ്പേട്ട പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, കീക്കോയിനെയും സൂപ്പർ സ്പീഡോയിനെയും ഇന്ന് നമ്മൾ ആ ബോളിനകത്ത് വെച്ച് ലോക്ക് ചെയ്യണം. ഡോണ്ട് വറി ലപ്പേട്ട, കാര്യം കഴിഞ്ഞെന്ന് കരുതിക്കോളൂ. ലപേട്ട എല്ലാം തകർത്ത് തരിപ്പണമാക്കോ. പിന്നെ ഈ ചപ്പേട്ട എല്ലാം വെടിവെച്ച് തകർക്കും. എന്ത് പറ്റി കീക്കോ പിന്നെ സൂപ്പർ സ്പീഡോ? അവസാനം ഞങ്ങളുടെ ഈ ആക്രമണം കണ്ട് പേടിച്ച് ഓടുകയാണല്ലേ? പക്ഷെ ഞങ്ങൾ ഇതിന്റെ അത്ര പെട്ടെന്നൊന്നും ക്ഷമിച്ച് വെറുതെ വിടില്ല. സൂപ്പർ സ്പീഡോ, ഇതാണ് നമുക്ക് കിട്ടിയ ചാൻസ്. ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 666. All right, bro. Activating formula 666. നിങ്ങൾ രണ്ടുപേരും എന്താ കരുതിയത്? അത്ര പെട്ടെന്ന് നിങ്ങൾ രണ്ടുപേരും രക്ഷപ്പെടാന്ന് കരുതിയോ? ഡാ കൊച്ചു ചെക്ക, ഈ കാറ്റർപില്ലർ വണ്ടി ഞങ്ങൾ എല്ലാം ആലോചിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞങ്ങൾ ഈ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത് വരെ അത് സ്വയം ഓട്ടോ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും. ഞങ്ങൾ ഓട്ടോ റിപ്പയർ ചെയ്ത് കഴിഞ്ഞു. കീക്കോ, നിങ്ങൾ എങ്ങനെയാണ് ഓട്ടോ റിപ്പയർ ചെയ്യാൻ പോകുന്നതെന്ന് കാണട്ടെ. ലപേട്ട എല്ലാം തകർത്ത് തരിപ്പണമാക്കും. ഈ ചപ്പേട്ട എല്ലാം വെടിവെച്ച് തകർക്കും. No! കീക്കോ, പ്രഷർ അധികമായിരിക്കുകയാണ്. എന്തെങ്കിലും പ്ലാൻ ചെയ്യൂ, ഇല്ലെങ്കിൽ അല്പസമയത്തിനുള്ളിൽ ഞാൻ പീസായി പോകും. സൂപ്പർ സ്പീഡോ, നമ്മളിപ്പോ ഫോർമുല നമ്പർ 11 ആക്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ ബ്രോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 11. കീക്കോ, പ്രഷർ കാരണം എന്റെ സിസ്റ്റം മുഴുവനും ഡാമേജ് ആയി പോയി. ഇതിൽ കൂടുതൽ സൈസ് എനിക്ക് വലുതാക്കാൻ പറ്റില്ല. സൂപ്പർ സ്പീഡോ, ഇനിയിപ്പോ ഇവരെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയേ ബാക്കിയുള്ളൂ. ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 65. നീ നിന്റെ നോർമൽ ഷേപ്പിലേക്ക് മാറിയേക്ക്. ഓക്കെ ഡ്യൂഡ്, ഇനിഷ്യേറ്റിംഗ് ഫോർമുല 65. ഇപ്പോ നീ ഞങ്ങളെ പേടിച്ച് ഓടി രക്ഷപ്പെട്ടു അല്ലേ? അല്ല അല്ല ലപ്പേട്ട, അവനെ വെറുതെ വിടരുത്. ഇപ്പൊ ഇങ്ങനെ പറ, സൂപ്പർ സ്പീഡോ നമ്മുടെ കൺട്രോളിൽ എത്തിക്കഴിഞ്ഞു എന്ന്. നമ്മൾ വിജയിച്ചു. ഇനിയിപ്പോ നമുക്ക് വേറെ രീതിയിൽ കളി തുടങ്ങാം. പിന്നെ സൂപ്പർ സ്പീഡായി അൺബ്രേക്കബിൾ ബോളിനകത്ത് കുടുങ്ങിപ്പോയല്ലോ. ഈക്കോ പിന്നെ സൂപ്പർ സ്പീഡോ, ഇത്രയും കാലം നിങ്ങൾ സൺ സിറ്റിയുടെ ഹീറോ ആയിരുന്നില്ലേ? നിങ്ങൾ ഉള്ളപ്പോ ആർക്കും സൺ സിറ്റിയിൽ കൊള്ളയടിക്കാൻ പറ്റില്ല.
സൺ സിറ്റിയിൽ ആർക്കും ഒരു അറ്റാക്കും ചെയ്യാനാവില്ല. പക്ഷേ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും നിന്റെ കൺമുൻപിൽ വെച്ച് സൺസിറ്റി കൊള്ളയടിക്കാൻ പോവുകയാണ്. പക്ഷേ അതോടെ സൺസിറ്റിയിൽ അതിഭയങ്കര ബ്ലാസ്റ്റും ഉണ്ടാക്കിയിട്ടേ പോകൂ. അതിനുശേഷം സൺസിറ്റിയിൽ കീക്കോയുടെയും സൂപ്പർ സ്പീഡോയുടെയും പേര് അറിയാതെ പോലും ആരും പറയില്ല. ഇപ്പൊ ഈ ടോട്ടൽ ഷോ ടൈം നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ബാൽക്കണിയിൽ ഇരുന്ന് കണ്ട് രസിക്ക്. നിങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല. ലപ്പേട്ട ചപ്പേട്ട ഇവിടുന്ന് പോയി കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈഷ്, നമ്മൾ എന്ത് ചെയ്യാനാ? ഇനി എന്ത് ചെയ്താലും ലപ്പേട്ടയും ചപ്പേട്ടയും തന്നെ ചെയ്യണം. അതിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എന്റെ ശരീരം വിറയ്ക്കുന്നു. ഡോക്ടർ ആവിഷ്കാർ സിംഗ്, ഇതിനിപ്പോ വേറെ എന്തെങ്കിലും വഴിയുണ്ടാവില്ലേ? അതായത് കീക്കോയെയും സൂപ്പർ സ്പീഡോയെയും ആ ബോളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ? ഇല്ല. സൂപ്പർ സ്പീഡോ, നമ്മൾ ഇവിടെ ഉള്ളത് വരെ സൺസിറ്റിയിൽ ഒരു അറ്റാക്കും നീ സംഭവിക്കരുത്. പറഞ്ഞത് ശരിയാണ് ബ്രോ. എന്റെ ഓട്ടോ റിബൺ ശരിയായി കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ് ചെയ്യേണ്ടത് പറയൂ. സൂപ്പർ സ്പീഡോ, ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 58. ഓക്കെ ബ്രോ, അപ്ലൈയിങ് ഫോർമുല 58. കീക്കോ, ശരിക്കും ഈ ബോൾ അൺബ്രേക്കബിൾ തന്നെയാണ്. ഞാൻ പരമാവധി ശ്രമിച്ചിട്ട് പോലും എനിക്കത് തകർക്കാൻ കഴിഞ്ഞില്ല. തകർന്നില്ലായിരിക്കാം, പക്ഷേ മെൽറ്റ് ആവാൻ സാധ്യതയുണ്ടല്ലോ. കമോൺ ബഡി, ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 9. ഗ്രേറ്റ് ഐഡിയ ബഡി. ആക്ടിവേറ്റിംഗ് ഫോർമുല 9. ഇതും ഫെയിൽ ആയി പോയല്ലോ. ഇതിലെന്റെ സൂപ്പർ ഡൂപ്പർ ഹോട്ട് റേസ് പോലും വർക്കൗട്ട് ആയില്ല. ഡോക്ടർ ആവിഷ്കാർ ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഈ അൺബ്രേക്കബിൾ ബോൾ തയ്യാറാക്കിയതെന്ന് അറിയില്ല. സൺ സിറ്റി തലകീഴായി മാറ്റി മറച്ചിട്ട് നശിപ്പിക്കണം. ടോട്ടൽ സൺസിറ്റിയും കൊള്ളയടിച്ചതിന് ശേഷം ഇപ്പോൾ മനസ്സിന് നല്ല സന്തോഷമുണ്ട്. ലപ്പേട്ട എല്ലാം തകർത്ത് തരിപ്പണമാക്കും. പിന്നെ ഈ ചപ്പേട്ട എല്ലാം വെടിവെച്ച് തകർക്കും. ബഡി, നീ ഒരു കാര്യം ചെയ്യ്. ഈ ബോള് പുഷ് ചെയ്ത് ഇവിടുന്ന് താഴേക്ക് തള്ളിവിട്ടേക്ക്. ഒരുപക്ഷെ ബോള് താഴെ വീഴുമ്പോ ബ്രേക്ക് ആയാൽ നമുക്ക് രക്ഷപ്പെടാം. ഓക്കെ ബ്രോ, ലെറ്റ് മീ ട്രൈ. ഓ നോ, ബോള് റിവേഴ്സ് ആയി തിരിച്ച് ടെറസിൽ തന്നെ വന്നേക്കാം. ഈഷ്, കിക്കോ സൂപ്പർ സ്പീഡോ, എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, എങ്ങനെയെങ്കിലും ആ ബോളിൽ നിന്ന് പുറത്തു വന്നേക്കൂ. സൺസിറ്റിയിൽ ഇപ്പോൾ നിങ്ങളുടെ സഹായം വളരെ അത്യാവശ്യമാണ്. അയ്യോ മേയറേ, അങ്ങനെ അവർക്ക് പുറത്തേക്ക് വരാൻ പറ്റുമായിരുന്നെങ്കിൽ അവരെപ്പോഴോ പുറത്തേക്ക് വന്നേനെ. ആ നാശം പിടിച്ച ലപ്പേട്ട പിന്നെ ചപ്പേട്ട ആ ബോൾ ഓപ്പറേറ്റ് ചെയ്യുന്ന റിമോട്ട് എടുത്ത് ഇവിടുന്ന് എസ്കേപ്പ് ആയിരിക്കാ. ഇനിയിപ്പോ നമ്മൾ തന്നെ ഇത് ബ്രേക്ക് ചെയ്യണം. ഞാൻ എന്റെ സ്റ്റൈലിലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നിങ്ങൾ എല്ലാരും ഒന്ന് മാറി നിൽക്കേ. ഇഷ്ടം പോണ, നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും പരീക്ഷണത്തിന് തയ്യാറായാൽ റിയാക്ഷൻ എന്റെ മേലാണ് സംഭവിക്കുന്നത്. ഡോക്ടർ ആവിഷ്കാർ അങ്കിൾ, ഏതൊരു സ്ട്രോങ് ആയ സാധനത്തിനും തീർച്ചയായും ഒരു വീക്ക് പോയിന്റ് ഉണ്ടായിരിക്കും. ഈ അൺബ്രേക്കബിൾ ബോളിന്റെ വീക്ക്നെസ് എന്താന്ന് പറയോ പ്ലീസ്? ഷെടാ, നീ ഇപ്പൊ പറഞ്ഞ പോയിന്റ് വളരെ കറക്റ്റാ. ഇതിനും ഒരു വീക്ക് പോയിന്റ് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല.
ഒന്ന് ഓർമ്മിക്ക് ഡോക്ടർ ആവിഷ്കാർ, ഈ ബോളിന് തീർച്ചയായും ഒരു വീക്ക് പോയിന്റ് ഉണ്ടായിരിക്കുമല്ലോ. എന്റെ വീക്ക് പോയിന്റ് എന്താണെന്നറിയോ? ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജ് ഒരു ഒറ്റ വാക്കിൽ ചോദിക്കണമെങ്കിൽ ഹൗ? ഷെടാ, കഴിക്കാനും കുടിക്കാനുള്ള സാധനങ്ങളെല്ലാം ഫ്രിഡ്ജിലല്ലേ അടച്ചു വെച്ചിരിക്കുന്നത്. ഈ സൂപ്പർ ചിൽഡ് ജ്യൂസ് പോലെ സൂപ്പർ ചിൽഡ് ഐസ്ക്രീം. സൂപ്പർ ചിൽഡ് ഐസ്ക്രീമോ? വീക്ക് പോയിന്റ് കിട്ടിപ്പോയി. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 333 ആക്ടിവേറ്റ് ചെയ്യ. ഈ ബോളിനകത്ത് കൂളായ ഗ്യാസ് ഡ്രോപ്പ് ചെയ്യ. കൂളായ ഗ്യാസ് എന്തിനാണ്? കാരണം പെട്ടെന്ന് ടെമ്പറേച്ചർ കുറയുമ്പോ ഒരുപാട് മെറ്റീരിയൽ ഷ്രിങ്ക് ആയി പോവും. സോ നമ്മുടെ ഈ ഫോർമുല വർക്ക്ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ഗുഡ് ഐഡിയ കീക്കോ. ആക്ടിവേറ്റിംഗ് ഫോർമുല 334. സൂപ്പർ സ്പീഡോ, നമുക്കിപ്പോ എങ്ങനെയെങ്കിലും സൺസെറ്റിൽ നിന്ന് കൊള്ളയടിച്ച സാധനങ്ങൾ വീണ്ടെടുക്കണം. തീർച്ചയായും ചെയ്തേക്കാം കീക്കോ. അവന്മാരിപ്പോൾ എവിടെയാ ഉള്ളതെന്ന് അറിഞ്ഞാൽ മാത്രം മതി. ആ രണ്ടുപേരും കാറ്റർപില്ലർ വണ്ടി എവിടേക്കാണ് കൊണ്ടുപോയതെന്ന് അറിഞ്ഞാൽ മതി. വലിയ വലിയ ക്രിമിനൽസിന്റെ കാൽപ്പാടുകളിട്ട് നമുക്കൊരു ട്രേസ് ചെയ്യാൻ പറ്റും. അവരെടുത്തിട്ട് പെരുമാറാം. വാവ്, കലക്കി. എന്തൊരു പഞ്ചായി പറഞ്ഞത്. ഞാൻ നോട്ട് പാഡിൽ നോട്ട് ചെയ്തേക്കാം സേർ. സേർ ഇപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം സൺസിറ്റിന്റെ പുറത്ത് മലപ്രദേശങ്ങളുണ്ടല്ലോ, അവിടെ രണ്ട് വലിയ വലിയ കാറ്റർ പില്ലേഴ്സിന്റെ കാൽച്ചുവടുകൾ കണ്ടെത്തിയിരിക്കുക. അവൻ ഇവിടെ എവിടെയെങ്കിലും കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സംശയിക്കണ്ട, ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. ഞങ്ങളുടെ ഈ ഗോഡൌണിലേക്ക് നിങ്ങളെ രണ്ടുപേരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ചപ്പേട്ട എല്ലാം തകർത്ത് തരിപ്പണമാക്കും. പിന്നെ ഈ ചപ്പേട്ട എല്ലാം വെടിവെച്ച് തകർക്കും. നിങ്ങൾ രണ്ടുപേരും ഞാൻ വിചാരിച്ചതിനേക്കാളും വളരെ ബ്രില്യൻസും സ്മാർട്ടുമാണ്. ഞങ്ങളെക്കാൾ ആരെങ്കിലും ഫാസ്റ്റും സ്മാർട്ടുമായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് ഒട്ടും ഇഷ്ടമേ അല്ല. അവനെ പീസ് ആക്കിയേക്ക്. സൂപ്പർ സ്പീഡോ, അവര് രണ്ടുപേരും ഒരു ടീമായി ചേർന്ന് കളിക്കുക. ഇപ്പൊ ഇവിടുന്ന് രക്ഷപ്പെടാൻ നമ്മൾ തനിയെ ഫൈറ്റ് ചെയ്യണം. നീ ഫോർമുല നമ്പർ 183 അപ്ലൈ ചെയ്യ്. ചപ്പേട്ടയോട് ഫൈറ്റ് ചെയ്യ്. അപ്പോഴേക്കും ഞാൻ ലപ്പേട്ടയെ ഒരു വഴിയാക്കാം. ഓക്കെ ബ്രോ.
ലപ്പേട്ട എല്ലാം തകർത്ത് താരിപ്പണമാക്ക്. പിന്നെ ഈ ചപ്പേട്ട എല്ലാം വെടിവെച്ച് തകർക്കും. കീക്കോ എല്ലാം തകർത്തതിനു ശേഷവും അവരൊന്നിച്ചിരിക്കുകയാണ്. ബഡി, ആ ചപ്പേട്ടയും ലപ്പേട്ടയും വെഹിക്കിളിലിരുന്ന് ഡ്രൈവ് ചെയ്യുന്നത് വരെ അത് വീണ്ടും വീണ്ടും ഒന്നിച്ചോണ്ടേയിരിക്കും. ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 49. അപ്പോഴേക്കും ഞാൻ ഒരു ഐഡിയ ചെയ്യാം. ഓക്കെ ബ്രോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 49. എങ്ങനെയെങ്കിലും ഞാൻ ആ ലപ്പേട്ടയെ വെഹിക്കിളിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവന്നേ പറ്റൂ. എങ്കിൽ മാത്രമേ അവൻ ഈ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാതിരിക്കൂ. വേറെ വഴിയില്ല. ഞാനിപ്പോ എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്തേ പറ്റൂ. ഹോട്ടൽ സെൻസിറ്റീവ് നശിപ്പിക്കുന്നു പറഞ്ഞു വന്ന് നിങ്ങൾ ഇപ്പൊ എന്തിനാടാ ഓടുന്നത്? നിങ്ങൾ എങ്ങനെ ഞാൻ പിടിച്ചൊന്ന് കണ്ടില്ലേ? സാർ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം ലപ്പേട്ട പിന്നെ ചപ്പേട്ട യു ആർ അണ്ടർ അറസ്റ്റ്. കീക്കോടെയും സൂപ്പർ സ്പീഡോടെയും പവർ ആൻഡ് ജോഡി ഒരു 3 വാക്കിൽ പറയണമെങ്കിൽ ഹിപ് 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 ഹിപ്